നിന്റെ അമ്മയെ ദ്രോഹിച്ചവരാരായാലും അവരെ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ല. അന്വേഷണം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ അതിനുള്ള കൃത്യമായ ഉത്തരവുണ്ടാവും. അതിന് ദുർഗ എത്ര കൃത്യമായിട്ട് പറയുന്നത്? മോളുടെ കളിക്കൂട്ടുകാരിയല്ലേ, ഒന്നടുത്ത് എന്ന് ആശ്വസിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം. അങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞൊന്ന് സമാധാനിച്ചോട്ടെ. ഞാൻ സംസാരിച്ചോളാം. സന്തോഷത്തിന്റെ കൊടുമുടിയിലായിരുന്നു അവള്. പക്ഷെ പറഞ്ഞിട്ടെന്താ, എല്ലാം കൂടെ താഴെ വീണു. കൊണ്ടുപോയി കൊന്നു കളഞ്ഞില്ലേ? കാണാതായിട്ട് ദിവസം എത്രയായി? മരിച്ചുവെന്നറിഞ്ഞിട്ട് നേരെ എത്രയായി? പോലീസുകാർ അന്വേഷിക്കുന്നു ഒക്കെ പറയുന്നുണ്ട്. എവിടെ? ഇനി കുറെ കാലം കഴിയുമ്പോ തെളിവില്ല, ആരും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതിത്തള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. അങ്ങനൊന്നുമില്ല. പോലീസ് അന്വേഷണം കൃത്യമായിട്ട് നടക്കും. ശ്യാമ മേഡത്തിന് എന്ത് സംഭവിച്ചാലും അത് കണ്ടെത്തുകയും ചെയ്യും. കിരണിന് ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ച് പ്രതികരണം കൂടുതലാ. അയ്യോ, പുറത്തുനിന്ന് നിന്ന് സംസാരിക്കാതെ അകത്തേക്ക് വാ മക്കളെ. വാബനെ, ദുർഗമോൾ ഇത് സ്വന്തം വീടാണെന്ന് പറഞ്ഞെങ്കിൽ മോനും ഇത് സ്വന്തം വീട് തന്നെ. വാ. അല്ല, രാധികയുടെ മുറി ഏതാ? മോള് വാ, കാണിച്ചു തരാം. കിരൺ, തിരുമേനിയോട് സംസാരിക്ക, ഞാൻ പോയിട്ട് വരാം. അല്ല, മോന്റെ വീട് എവിടെ? ദുർഗയുടെ വീടിനടുത്തുനിന്ന് അധികം ദൂരമില്ല. അതെയോ? അതീ വരാ. ദുർഗ, അറിഞ്ഞപ്പോ ഒന്ന് ഓടി വന്നതാ. നമ്മൾ ഒന്നിച്ച് നടക്കുന്ന കാലത്ത് ദുർഗ എപ്പോഴും എന്നോട് പറയുമായിരുന്നില്ലേ, രാധികയുടെ ശരിക്കുള്ള അമ്മ എന്തെങ്കിലും വരും, നിനക്ക് കണ്ടെത്താനാവുന്നൊക്കെ. എന്റെ അമ്മ വന്നു. അമ്മ ഞാൻ കണ്ടു. അമ്മ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ രാധിക, എനിക്ക് ഭാഗ്യമില്ല ദുർഗ. എന്തിനാ ദൈവം എന്റെ അമ്മ കാണിച്ചത്? അമ്മയുടെ പേരിൽ ചടങ്ങ് നടത്താനോ? അമ്മ കണ്ടെത്തിയ നിമിഷം മുതൽ ഞാൻ യശോദാമ്മയോട് പറയായിരുന്നു, ഒരു ദിവസം എന്റെ അമ്മയും കൂട്ടി ദുർഗയെ കാണാൻ പോണം, ഇതെന്റെ അമ്മയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ. എന്റെ അമ്മയുടെ ശത്രുക്കൾ ആരാന്ന് പോലും എനിക്കറിയില്ല. ആരാ എന്റെ അമ്മയെ കൊന്നതെന്ന് എനിക്കറിയില്ല. അതൊക്കെ കണ്ടുപിടിക്കാം. നിന്റെ അമ്മയെ ദ്രോഹിച്ചവരാരായാലും അവരെ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ല. അന്വേഷണം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ അതിനുള്ള കൃത്യമായ ഉത്തരവുണ്ടാവും. അതിന് ദുർഗ എത്ര കൃത്യമായിട്ട് പറയുന്നത്? അന്വേഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ദുർഗയ്ക്ക് അറിയോ? അല്ല, ഈ മുഖ്യമന്ത്രിയൊക്കെ വളരെ സീരിയസ് ആയിട്ട് അന്വേഷണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ടി-വിയിൽ കണ്ടു. അതാ ഞാനങ്ങനെ പറഞ്ഞത്. രാധികെ, ഉപദേശങ്ങൾക്ക് ഈ സമയത്ത് ഒരു പ്രസക്തി ഇല്ലെന്നറിയാം. പക്ഷെ നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ ഒരു ദിവസം ഈ ലോകത്തുനിന്ന് പോകും. കുറെ കാലം അതിന്റെ ശൂന്യതയായിരിക്കും നമ്മുടെ മനസ്സിൽ. എന്റെ
അമ്മയുടെ കാര്യത്തില് അങ്ങനെയായിരുന്നു. കുഞ്ഞുനാള് മുതല് നിനക്കറിയാലോ. അത് കഴിഞ്ഞ് നമുക്ക് ജീവിതം ഉണ്ടാകുമെന്ന തോന്നല നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നേ. പതുക്കെ പതുക്കെ പൊരുത്തപ്പെടണം. എനിക്കൊന്നും അറിയില്ല ദുർഗെ. ഈ ലോകത്ത് ഇത്രയും പ്രശസ്തിയായ ഒരാൾ ഒരു ദിവസം എൻ്റെ അമ്മയാണെന്ന് തിരിച്ചറിയാം. എന്റെ കൂടെ ഉണ്ടായിരുന്ന നാളുകളിൽ മുഴുവൻ എന്നെ അളവില്ലാതെ സ്നേഹിക്കുക. അമ്മയെ പിടിച്ചോണ്ട് പോയ രാത്രി ഞാനിവിടെ ഉണ്ടായിരുന്നതാ. എന്നെയും കൂടി കൊണ്ടുപോയാ മതിയായിരുന്നു. എന്നെയും കൂടി കൊന്നാ മതിയായിരുന്നു. അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ എല്ലാ സന്തോഷം ഇല്ലാതായി പോയില്ലേ? ഇപ്പോഴല്ല ഞാൻ ശരിക്കും അനാഥയായത്. കിരൺ, അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും വല്ലാതെ ബുദ്ധിമുട്ടി. കരച്ചില് തന്നെ എപ്പോഴും. താൻ രാധികയോട് സംസാരിച്ചിരിക്കുമ്പോ വരുൺ വന്നിരുന്നു. എവിടെ? ഞാൻ കണ്ടില്ല. അയാൾ അകത്ത് തന്നെയുണ്ട്. തിരുമേനി എന്നെ പരിചയപ്പെടുത്തി. ദേവനാരായണൻ തിരുമേനിയുടെ കുടുംബത്തെക്കുറിച്ച് താൻ പറഞ്ഞൊന്നും കൂടുതലല്ല. എത്ര നല്ല മനുഷ്യനാ. അടുത്തിരുന്ന് സംസാരിക്കുമ്പോ ഏതോ പുണ്യസ്ഥലത്തെത്തിയ പോലെ ഒരു തോന്നൽ. കിരൺ, നമുക്ക് നമ്മുടെ ജോലി തുടങ്ങിയേ പറ്റൂ. രാധികയുടെ മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോൾ അന്വേഷണം എത്രയും പെട്ടെന്ന് നടക്കും, എല്ലാവരെയും പിടികൂടുമെന്ന് ഞാൻ അറിയാതെ പറഞ്ഞുപോയി. പിന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു. ഇവിടെ എന്തൊക്കെയാ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ശ്യാമ മേഡത്തിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയണം. പ്രത്യേകിച്ച് മിസ്സിംഗ് ആവുന്നതിന് മുൻപുള്ള ദിവസങ്ങളിലെ സംഭവങ്ങൾ, മിസ്സിങ്ങിന് ശേഷമുള്ള കാര്യങ്ങൾ. രാധികയോട് ചോദിക്കാനാണോ? ഈ കണ്ടീഷനിൽ അവളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. മാത്രമല്ല, അമ്മയായുള്ള നിമിഷങ്ങളെക്കുറിച്ച് നമ്മുടെ ചോദ്യം അവളെ വല്ലാതെ കരയിപ്പിക്കും. അതുകൊണ്ട് അത് വേണ്ട. പിന്നെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ള ചോയ്സ് വരുണിനോട് തന്നെ ചോദിക്കാം. വരുണിന് കാര്യങ്ങളൊക്കെ നല്ല വ്യക്തതയുള്ള ആളാ. സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം.